പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലോലിപോപ്പ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ വിങ്സ് ആണ്. ഈ ചിക്കൻ വിങ്സ് നമുക്ക് ഇങ്ങനെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലോലിപോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് രണ്ട് ഭാഗമാണ്. ഇവിടെ ഒരു എല്ലിൻ്റെ പീസ് ഉണ്ടാവും. അത് നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാർട്ടായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ തൊലി നമ്മളിപ്പോൾ കളയുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ഈ ലോലിപോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഈ ചിക്കൻ്റെ ഇറച്ചി ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് താഴേക്ക് നമുക്ക് ഉന്തിക്കൊടുക്കാം. ഒരു വെട്ടിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് താഴേക്ക് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് അത് കിട്ടും. ചിക്കൻ്റെ ഇറച്ചി ഭാഗം താഴേക്ക് താത്തു കൊടുക്കാം. ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ താഴേക്ക് കിട്ടും. കണ്ടോ? ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഭാഗമായി. ഇനി ഈ ഭാഗമാണ്. ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുത്ത് ഒന്ന് ചിക്കൻ്റെ ഇറച്ചിയൊക്കെ ഒന്ന് താത്തു കൊടുത്താൽ മതി. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് താണ് കിട്ടും. നമ്മൾ ഇതിൽ രണ്ട് എല്ലുള്ളതിൽ ഈ വലിയ എല്ലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് ലോലിപോപ്പിൽ എടുക്കുന്നത്. നമ്മളത് വലിച്ച് കളയും. അതൊന്ന് താത്തതിന് ശേഷം ചിക്കൻ്റെ ഭാഗമൊക്കെ ഇറച്ചിയൊക്കെ താത്തതിന് ശേഷം നമ്മളത് എടുത്ത് കളയും. നമുക്കിതിങ്ങനെ കിട്ടും. ഇതിനിങ്ങനെ മറിച്ചിടാം. ഇതാണ് അടുത്ത പീസ്. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു പീസ് എടുത്തിട്ട് രണ്ട് ലോലിപോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് അത് മറിച്ചിടാം. നമ്മൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കാൻ. അപ്പം നമ്മൾ ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല തേച്ച് കൊടുക്കണം. അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമുക്ക് ഇത് മാറ്റി വെച്ചു. ഇനി ഒരു ബൗൾ എടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ. അതേ അളവിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലോലിപോപ്പിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ചില്ലി സോസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്തിട്ടുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സോയാ സോസിന് കുറച്ച് ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അല്പം ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനെഗറാണ്. 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിനെഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കുക. ഇനി കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ.
കട്ട കെട്ടാതെ നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരം നമുക്കിതിങ്ങനെ തന്നെ വയ്ക്കാം. ഇനിയിപ്പോൾ അരമണിക്കൂർ വയ്ക്കാൻ നേരമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതെന്തായാലും ഒരു അരമണിക്കൂർ നേരം വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് ഓരോ ചിക്കൻ പീസുകളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇനി നല്ലവണ്ണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ചിക്കനിൽ നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സാവധാനം തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ രണ്ട് ഭാഗവും നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് ചിക്കൻ വെന്ത് കിട്ടാനുള്ളതല്ലേ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇതിനി എണ്ണയിൽ നിന്ന് നമുക്കത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ചിക്കൻ ഇപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും ഓയിൽ മതി, അധികമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സോയ സോസ്, അത് 1 ടേബിൾ സ്പൂണോളം. പിന്നെ ചേർക്കുന്നത് ചില്ലി സോസ്, അത് 1 ടീസ്പൂൺ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ വയ്ക്കാം. അപ്പോഴേക്കും ആ സോസൊക്കെ ഇതിൽ പിടിച്ചോളും. ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുതൽ ചിക്കൻ ലോലിപോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.